കേരളത്തിൽ ആശാ വർക്കർമാരുടെ സമരം 25 ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആശാ വർക്കർമാർ തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും പരസ്പരം തമ്മിലുള്ള കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടെ സമരത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ഇൻസൈറ്റിൽ നമ്മൾ ആശാ വർക്കർമാരുടെ സമരം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. 25 ദിവസമായി തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ സമരം തുടങ്ങിയിട്ട് തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാവാതെ തിരിച്ചുപോക്കില്ല എന്നാണ് സമരക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഈ സമരക്കാരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടന്നു വരികയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ആശാ വർക്കർമാർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആശാ വർക്കർമാർ അവരുടെ സർവീസിലുണ്ട്. അവർ തന്നെ അത് വളണ്ടിയർമാരായിട്ടാണ് അവരെ കണക്കാക്കപ്പെടുന്നത്. അവരൊരിക്കലും തൊഴിലാളികളായി പോലും പരിഗണിക്കപ്പെടാറില്ല. സ്വാഭാവികമായും അവരുടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് അവർക്ക് കിട്ടേണ്ട ഒരു പൗരന് കിട്ടേണ്ട മിനിമം വേതനം പോലും ലഭിക്കുന്നില്ല എന്നാണ് പരാതികൾ. എന്തുകൊണ്ടാണ് ആ ഒരു പ്രാഥമിക ആവശ്യത്തെ പരിഗണിക്കാൻ സംസ്ഥാന സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും കഴിയാതെ പോകുന്നത്? അല്ല, അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ കൺസീവ് ചെയ്തു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ ആശ എന്ന് പറയുന്ന ഹെൽത്ത് ആക്ടിവിസ്റ്റിനെ എങ്ങനെ കൺസീവ് ചെയ്തു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിനാദ്യം കൺസീവ് ചെയ്യുന്നപ്പോൾ സാലിം നേരത്തെ സൂചിപ്പിച്ച ഒരു വോളണ്ടിയർ ആയിട്ടാണ്. കേന്ദ്ര സർക്കാർ ഈ സ്കീം ആദ്യം NRHM ആയിരുന്നു, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആയിരുന്നു. അതിനുശേഷമാണ് അത് NHM ആവുന്നത്, നാഷണൽ ഹെൽത്ത് മിഷൻ ആവുന്നത്. ആദ്യം ഗ്രാമീണ മേഖലയിൽ മാത്രം ഉണ്ടായിരുന്നു, പിന്നെ എല്ലാ മേഖലയിലേക്കും മാറ്റുക ചെയ്തത്. ഗ്രാമീണ മേഖലയിൽ തന്നെ അത് തുടങ്ങുന്നത് ഈ സ്ത്രീകളുടെയും ഗർഭിണികളായ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാക്സിനേഷൻ, ഗർഭിണികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സ്വീകരിക്കേണ്ട നടപടികൾ, അവർക്ക് എത്തിക്കേണ്ട ആ ന്യൂട്രീഷ്യസ് ഫുഡിൻ്റെ വിതരണം, ഇത് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ ഇല്ലയോ, ഇതൊക്കെ മോണിറ്റർ ചെയ്യുക, അത് ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ തുടങ്ങുന്നതാണ് ഈ സ്കീം. അത് പിന്നെ നഗരങ്ങളിലേക്കൂടെ വ്യാപിക്കുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും ഇത് ഒരു വോളണ്ടിയർ എന്നുള്ള നിലയിലാണ് തുടങ്ങുന്നത്. അത് പിന്നീട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഈ വോളണ്ടിയർഷിപ്പ് ആയപ്പോൾ ഈ സ്കീമുകൾ മുഴുവൻ കേന്ദ്രവും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുമിച്ച് നടപ്പാക്കുന്നതാണ്. അതിൽ ഒരുമിച്ച് നടപ്പാക്കുക എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു, സ്റ്റേറ്റ് നടപ്പാക്കുന്നു എന്ന് മാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഫിനാൻഷ്യൽ എയ്ഡോടുകൂടെ നടപ്പാക്കുന്ന പ്രോജക്റ്റുകളുടെ മേൽനോട്ടവും അതിൻ്റെ എന്താ പറയുക പ്രോഗ്രസ്സും അതാണ് ഇവരുടെ ഒരു ഇതിലുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും ഇതൊരു വോളണ്ടിയർഷിപ്പ് മാത്രമായിരുന്നു. പിന്നെ മറ്റ് പല ആക്ടിവിറ്റീസിലേക്കും ഇവരെ ഇൻവോൾവ് ചെയ്യിച്ചു. ഇപ്പോൾ സ്റ്റേറ്റ് നടപ്പാക്കുന്ന ചില സ്കീമുകളിലേക്ക് ഇവരെ ഇൻവോൾവ് ചെയ്യിച്ചു. പിന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങളുടെ മോണിറ്ററിങ്ങിന് ഒരു സ്കീം തുടങ്ങിയിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റും ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നതിനുള്ളൊരു സ്കീമുണ്ട്. ഈ രണ്ട് സ്കീമും കൂടെ യോജിപ്പിച്ച് അതിൻ്റെ മോണിറ്ററിങ് ഈ പറയുന്ന ആശാ വർക്കർമാർക്കാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്ത്രീകളിലെ ക്യാൻസർ ബാധയെക്കുറിച്ചുള്ളൊരു പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്. 2 തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസറും സെർവിക്കൽ ക്യാൻസറും പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ സ്ത്രീകളെ പരിശോധനയ്ക്ക് എത്തിക്കേണ്ട ചുമതല ആശാ വർക്കർമാരുടേതാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വോളണ്ടിയർഷിപ്പായിട്ട് തുടങ്ങുകയും എന്നാൽ മറ്റ് ജോലികൾ അവരിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് വോളണ്ടിയർഷിപ്പാണോ തൊഴിലാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് സത്യം പറഞ്ഞാൽ ആശാ വർക്കർമാരുടെ ഒരു പൊസിഷനുള്ളത്. ഇതിലൊരു ക്ലാരിറ്റി വരണം ആദ്യം. എന്താണ് ഇവരെ കൊണ്ടത്? ഇതൊരു സ്ഥിരം തസ്തികയാണോ, അല്ലെങ്കിൽ സ്ഥിരം പോസ്റ്റാണോ, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് നിയമനമാണോ, ഇതിനെ വോളണ്ടിയർഷിപ്പായിട്ട് നിലനിർത്തിയാൽ മതിയോ? ഇതിലൊരു തീരുമാനം എടുക്കണം. ഈ തീരുമാനം എടുക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുമിച്ച് വേണം അതിനകത്തൊരു തീരുമാനം എടുക്കാൻ. ഇതിലൊരു തീരുമാനമില്ല. ഇവർക്കിപ്പോൾ ലഭിക്കുന്നത് നേരത്തെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു എന്താ പറയുക വളണ്ടിയർഷിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു റെമ്യൂണറേഷൻ എന്നുള്ളത് മാത്രമായിരുന്നു, ഒരു ഓണറേറിയം എന്നുള്ളത് മാത്രമായിരുന്നു അവർക്ക് ആദ്യം കിട്ടുക. അതിലേറ്റവും കൂടുതൽ ആദ്യമായിട്ട് വലിയ ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത് കേരളത്തിലെ സർക്കാരുകളാണ്. ഓണറേറിയം സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്. അങ്ങനെ കൊടുക്കുന്നതിന് അവർക്ക് അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എല്ലാ വീടുകളുമായിട്ടും വലിയ തോതിൽ ബന്ധം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരാൾ. അപ്പോൾ പല നിലയ്ക്ക് സംസ്ഥാന സർക്കാരുകളുടെ ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത പല സ്കീമുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഏജൻസി ആയിട്ട് ഇവർ ഉപയോഗിക്കാം എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അത് ഓണറേറിയം മാത്രമാണ്, ഇത് ശമ്പളമല്ല.
അത് നമ്മൾ ആദ്യം മനസ്സിലായി. ഇത് വേതനമല്ല, ഇത് ഓണറേറിയം മാത്രമാണ്. അപ്പോൾ ഇതിലൊരു ആദ്യം ഉണ്ടാകേണ്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഇതിപ്പോഴും വോളണ്ടിയർഷിപ്പാണോ, ഒരു സോഷ്യൽ വർക്കിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണോ ആശാ വർക്കറെ നമ്മൾ കാണുന്നത്, അതോ ഇതൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള ജോലിയായിട്ടാണോ കാണുന്നത്? ഇതിലൊരു തീരുമാനം വേണം, എന്നാൽ മാത്രമേ പ്രശ്നം തീരുള്ളൂ. അതർവൈസ് ഇതൊരു പ്രോബ്ലമാണ്. ഇനിയിപ്പോൾ ഇതൊരു പ്രൊജക്റ്റ് വർക്കായിട്ട്, പ്രൊജക്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ജോലിയായിട്ട് നിങ്ങൾ കാണുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കണം ആശാ വർക്കർ, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, അവരെ എങ്ങനെ നിയമിക്കണം, ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴുള്ള ആളുകളൊന്നും അങ്ങനെ എന്താ പറയുക, ഏതെങ്കിലും തരത്തിലുള്ള യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും നിയമന രീതിയുടെ അടിസ്ഥാനത്തിലോ നിയമിക്കപ്പെട്ട ആളുകളല്ല. വാർഡ് മെമ്പർ വാർഡിൻ്റെ ചുറ്റുവട്ടത്ത് കാര്യങ്ങൾ നോക്കി നടത്താൻ പാകത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതിന് വോളണ്ടിയറായിട്ട് വന്ന ഒരാളെ നിയമിക്കുകയും ഒക്കെ ചെയ്ത്, അങ്ങനെയാണ് പലതും പല സ്ഥലങ്ങളിലും ഉള്ളത്. അങ്ങനെയാണ് ഈ ലക്ഷക്കണക്കിന് ആളുകളുള്ളത്. കേരളത്തിൽ ഏതാണ്ട് 30,000-ഓളം അടുത്ത ആളുകളുള്ളത് അങ്ങനെയാണ്. അല്ലാതെ ഞാനിത് അവരുടെ കുറ്റമായിട്ട് പറയുന്നല്ലോ, പക്ഷേ അങ്ങനെയാണ് ആ സിസ്റ്റം ഉള്ളത്. ആ സിസ്റ്റത്തിലൊരു വ്യക്തത വരണം ആദ്യം. ആശാ വർക്കർ ആരാണ്? അവർ വോളണ്ടിയർഷിപ്പ് നടത്തുന്ന ആളുകളാണോ, സോഷ്യൽ വർക്കിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നിൽക്കുന്ന ആളുകളാണോ, അതോ അത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ നടത്തുന്ന പ്രോജക്റ്റുകളുടെ ഇംപ്ലിമെൻറ്റേഷനെ മോണിറ്റർ ചെയ്യാൻ ഗവൺമെൻറ് നിയോഗിക്കുന്ന ജോലിക്കാരാണോ? ഇതിലൊരു ക്ലാരിറ്റി വരണം. ഈ ക്ലാരിറ്റിയാണ് സത്യം പറഞ്ഞാൽ ഇല്ലാത്തത്. ആ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. സമരം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സംസ്ഥാനത്തെ മുഴുവൻ ആശാ വർക്കർമാരും സമരം നടത്തുന്നില്ല. കുറച്ച് ആശാ വർക്കർമാർ സമരം നടത്തുന്നുണ്ട്. ആ ആശാ വർക്കർമാർ തന്നെ ഈ സമരത്തിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സംശയങ്ങളൊക്കെ ഉണ്ട്. SUCI ആണ് സമരം നടത്തുന്നത്, ഒരു തർക്കമൊന്നുമില്ല. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SUCI ഉള്ളിടത്തൊക്കെയുള്ള ചുവരെഴുത്തുകളും ലഘുലേഖയിലെ എഴുത്ത് നോക്കിയാൽ മതി. അതേ എഴുത്തിൻ്റെ മാതൃകയാണ് അവിടുത്തെ പോസ്റ്ററുള്ളത്. അത് മാത്രം മതി SUCI ആണ് ഈ സമരത്തിൽ നിന്ന് മനസ്സിലാക്കുക. എന്ന് വിചാരിച്ച് SUCIക്ക് സമരം ചെയ്തതെന്ന് വെച്ചാൽ സമരം ചെയ്യാം. അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണോ എന്ന് വെച്ചാൽ ന്യായമാണ്, തർക്കമൊന്നുമില്ല. എന്ന് വെച്ചാൽ അത്രയും ജോലി അവർ ചെയ്യുന്നുണ്ട്. പല 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 സ്കീമുകളിലായിട്ട് പല കാര്യങ്ങൾ ആശാ വർക്കർമാരെ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റേതായ ഓൺ പദ്ധതി ആയതുകൊണ്ട് ആശാ വർക്കർമാരെ കൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യിക്കുന്നുണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ സഹായിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും വർക്ക് വോളി അവർക്കുണ്ട്. അപ്പോൾ ഇനീഷ്യലി തീരുമാനിക്കേണ്ടത് ഇത് വോളണ്ടിയർഷിപ്പോ സോഷ്യൽ വർക്കോ ആണോ അതോ ജോലിയാണോ എന്നുള്ളതാണ്. അതിലൊരു തീരുമാനമാവാതെ ഇത് തീരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ 2005-ന് ശേഷം ഈ ആശാ സ്കീം ഇവിടെ ഉണ്ട്. അതിനനുസരിച്ച് വളണ്ടിയർമാർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവർ നമ്മുടെ ഒരു റൂറൽ എന്താ പറയുക ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റാണ്. ഹെൽത്തുമായി ബന്ധപ്പെട്ട ആളുകളുടെ കോണ്ടാക്റ്റ് എടുക്കുന്ന വിഷയത്തിലാണെങ്കിലും ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ആശാ വർക്കർമാരാണ് ഓരോ വാർഡിലെയും. അവരുടെ പ്രവർത്തനത്തെ ഇപ്പോൾ കോവിഡ് സമയത്താണെങ്കിലും തന്നെ നന്നായി പുകഴ്ത്തിയിട്ടുണ്ട്. ഒരു നമ്മുടെ ഒരു ഹെൽത്ത് ഈ ഒരു സർക്കാരിൻ്റെ ആരോഗ്യ സേവനങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായി ആശാ ഒരു സ്കീം മാറിയിട്ടുണ്ട്. പക്ഷേ ഈ 20 വർഷമായി ഇതിപ്പോഴും ഡിഫൈൻ ചെയ്യാൻ പോലും കഴിയാതെ വരുന്നു എന്ന് പറയുമ്പോൾ അല്ല, അത് ഗവൺമെന്റുകൾ ഒരു സൗകര്യമായിട്ട് എടുക്കുകയാണ്. അതാണ് ഞാൻ ചോദിക്കാൻ കൺവീനിയൻസ് ആണ്. ഇങ്ങനെ ഈ ഇത്ര ചെറിയ തുക നൽകി ഈ ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണതയല്ല അങ്ങനെയാണ് കാണുന്നത്. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത് ഡിസൈൻ ചെയ്ത് തന്നെ അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അങ്ങനെയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഇത് ആദ്യമായിട്ട് UPA സർക്കാരിൻ്റെ കാലത്ത് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് അറിയാഞ്ഞിട്ടല്ലല്ലോ. കാരണം ഇങ്ങനെ ഒരു വർക്ക് ഏൽപ്പിക്കുമ്പോൾ അവരെ ഒരു വോളണ്ടിയർഷിപ്പ് അല്ല ഏൽപ്പിക്കേണ്ടതെന്ന് അന്ന് തന്നെ കൃത്യമായിട്ട് അറിയാം. കാരണം ഇത് വോളണ്ടിയർഷിപ്പ് അല്ല, സെൻട്രൽ ഗവൺമെൻറ് നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ വർക്കിനെ അല്ലല്ലോ ഏൽപ്പിക്കുക. അങ്ങനെയാണ് ഗവൺമെൻറ് എല്ലാ NGOകളും ഏൽപ്പിച്ചാൽ മതിയല്ലോ. ഗവൺമെൻറ് സ്കീമുകൾ മുഴുവൻ, ഗവൺമെൻറ് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സ്കീമുകൾ മുഴുവൻ ഏതെങ്കിലും ഒരു NGO ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ വർക്കർമാരെ ഏൽപ്പിക്കുക. അങ്ങനെയല്ലോ ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ് സ്കീമാണ്. അപ്പോൾ ഗവൺമെൻറ് സ്കീം നടപ്പാക്കാനായിട്ട് വോളണ്ടിയർഷിപ്പ് നൽകുക എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ചൂഷണത്തിൻ്റെ എലിമെൻറ്റ് തുടങ്ങുകയാണ്. ഈ ചൂഷണത്തിൻ്റെ എലിമെൻറ്റാണ് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് വെച്ചാൽ ആദ്യം ഒരു ഏരിയയിൽ മാത്രമുള്ള മോണിറ്ററിങ്ങും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഹെൽപ്പിങ്ങും ആയിരുന്നു ഇവരുടെ ജോലിയെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും കൂടുതൽ സംഗതികൾ ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. പിന്നെ വിവിധ സ്റ്റേറ്റ് ഗവൺമെൻറ്, അപ്പോൾ കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും വലിയ തോതിൽ ആശാ വർക്കർമാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഹെൽത്ത് ആക്ടിവിറ്റീസിൻ്റെ ഒരു. കേരളത്തിൽ കുറച്ച് കൂടുതലാണ്. കാരണം വെച്ചാൽ കേരളത്തിൽ കൂടുതൽ ആക്ടിവിറ്റി ഉണ്ട്, കേരളത്തിൽ കൂടുതൽ മോണിറ്ററിംഗ് ഉണ്ട്, കേരളത്തിൽ കൂടുതൽ PHCകളുണ്ട്. അപ്പോൾ ഓരോ PHC ആയിട്ട് റിലേറ്റ് ചെയ്തും ആശാ വർക്കർമാരുടെ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലാണ് കൂടുതൽ ജോലി വരിക. കൂടുതൽ PHCകളും കൂടുതൽ മറ്റേ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുള്ളിടത്താണ് കൂടുതൽ ജോലി ആശാ വർക്കർമാർ. അതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ ജോലിയുണ്ട്.
അപ്പോൾ ഇതൊരു എന്താ പറയുക, തുടക്കം മുതലുള്ള ചൂഷണത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മളിതിനെ കാണാനായിട്ട്. അല്ലാതെ ഏതെങ്കിലും പെട്ടെന്നൊരു ഘട്ടത്തിൽ വന്ന തുടർച്ചയല്ല. ആ ചൂഷണത്തെ കേരളം ഒരു ഘട്ടത്തിൽ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇവരുടെ ഓണറേറിയം കൂട്ടാൻ തീരുമാനിക്കുന്നത്. കേരളമാണ് ആദ്യമായിട്ട് ഓണറേറിയം കൂട്ടാൻ തീരുമാനിക്കുന്നത്. മറ്റ് സർക്കാരുകളും പിന്നീട് കൂട്ടിയിട്ടുണ്ട്. കേരളത്തിലാണ് ഏറ്റവും അധികം ഓണറേറിയം കൂട്ടിക്കൊടുത്തത് ആദ്യം. ഇപ്പോൾ പല ക്ലെയിമുകളും വരുന്നുണ്ട്. പലരും അത് കേരളത്തെക്കാൾ കൂടുതൽ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ ക്വസ്റ്റ്യനാണ്. പക്ഷേ കേരളം കൂട്ടിയിട്ടുണ്ട് ഓണറേറിയം. കേരളം കൂട്ടിയത് എന്തുകൊണ്ടാണ്? കാരണം കേരളത്തിന് ഇവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ കൂട്ടുമ്പോൾ പോലും ഇതിനെ ഒരു തൊഴിലായിട്ട് അംഗീകരിക്കണം എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഇവരൊരു പാർട്ട് ടൈം എംപ്ലോയി ആയിട്ടെങ്കിലും ഇവരെ അംഗീകരിക്കണം എന്നുള്ളൊരു തോന്നൽ പോലും നമ്മുടെ സിസ്റ്റത്തിന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതൊരു സൗകര്യമായിട്ട് കാണുകയാണ്. കാരണം സോഷ്യൽ വർക്കാണോ എന്ന് ചോദിച്ചാൽ സോഷ്യൽ വർക്കാണ്, ജോലിയാണോ എന്ന് ചോദിച്ചാൽ ജോലിയാണ്. ഇതൊന്നും അല്ലാത്ത വിധത്തിൽ ഇവരിങ്ങനെ നിന്നുകൊള്ളും എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് ഇത് നടന്നു പോകുന്നത്. അപ്പോൾ ഇതിലൊരു മാറ്റം, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ബേസിക്കലി ആദ്യം മാറേണ്ടത് ഇവരുടെ ജോലിയുടെ സ്വഭാവം എന്താണ് എന്ന് നിശ്ചയിക്കുകയാണ്. ഇത് തുടർച്ചയായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സിസ്റ്റമാണോ? ഇങ്ങനത്തെ ഒരു ആശാ വർക്കർ എന്ന് പറയുന്ന ഒരു തസ്തികയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ഒരാൾ, അയാളൊരു കണ്ടിന്യൂസ് എൻറ്റിറ്റി ആയിട്ട് ഇനി വേണ്ടി വരുമോ ഇല്ലയോ എന്ന് ആദ്യം തീരുമാനിക്കണം. വേണ്ടി വരും എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന ചെലവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി. അപ്പോൾ രാവിലെ 9-9:30 ആയപ്പോൾ ചെന്നു. അപ്പോൾ അവിടെ ഒരു പ്രായമായ സ്ത്രീ വന്നു. അവർ വന്നിട്ട് അവർക്കൊരു ഡോക്ടറെ കാണണം. അപ്പോൾ ഇന്ന് ജനറൽ ചെക്കപ്പിനുള്ള ഡോക്ടർ ഇല്ല എന്ന് അവിടെയുള്ള നേഴ്സ് പറഞ്ഞു. അടുത്ത ചോദ്യം അവരുടെ, പ്രായ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 70-75 വയസ്സായിട്ടുണ്ട് അവർക്ക്. എൻ്റെ ഒരു ഊഹക്കണക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ നേഴ്സ് പറയുന്നു, ഇന്ന് ജനറൽ ചെക്കപ്പിനുള്ള ഡോക്ടർ ഇവിടെ ഇല്ല, ഇന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ സ്ത്രീയുടെ അടുത്ത ചോദ്യം, ആശാ വർക്കർ ഉണ്ടോ ഇവിടെ എന്നാണ്. എന്നുവെച്ചാൽ ഈ 75 വയസ്സായ സ്ത്രീക്ക് അവരുടെ ഒരു ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ ആദ്യം തോന്നുന്നൊരു വാക്ക് എന്ന് പറയുന്നത് ആശാ വർക്കറാണ്. അല്ലെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്നൊരു മുഖം എന്ന് ഞാൻ ഈ കോഴിക്കോട് ചിലവൂർ PH സെൻ്ററിലെ കാര്യമാണ് ഈ പറയുന്നത്. അവരുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആശാ വർക്കർ എവിടെ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു കൺസേൺ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിൽ ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പാകത്തിന് അത് ആശാ വർക്കറാണെന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ട്. ഈ കോൺഫിഡൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് കേരളത്തിലെ ഗവൺമെൻറ് മാത്രം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല. കാരണം ഇത് സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു രീതിയാണ് ഈ ആശാ വർക്കർ. അപ്പോൾ ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പല സ്കീമുകളും ഇതുവഴി നടപ്പാക്കുന്നുണ്ട്, പല വിവരങ്ങളും ഇതുവഴി ശേഖരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കും ഉത്തരവാദിത്തമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഒരു ചെറിയ തുക കൊടുക്കുകയും ബാക്കി മുഴുവൻ എല്ലാ കാര്യത്തിലും എന്നുള്ള പോലെ മറ്റെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഒരു ചെറിയ തുക കൊടുക്കുകയും ബാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ പെടലിക്കിടുകയും ചെയ്യുന്നൊരു പണിയുണ്ട്. അതേ പണി തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിലും സെൻട്രൽ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പറയുകയും അതേസമയം സ്റ്റേറ്റിൽ 10-30,000 വരുന്ന ആളുകളുടെ ഇഷ്യൂ ആണിത്. ആളുകളുടെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ അവരുടെ വേതനത്തിൻ്റെ മാത്രം ഇഷ്യൂ അല്ല, അവരുടെ സേവന പരിധിക്കകത്ത് വരുന്ന എല്ലാ മനുഷ്യരുടെയും ഇഷ്യൂ കൂടിയാണിത്. അതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറാവുകയും വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റാണിത് ഇതിനെ പ്രാഥമികമായി ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളും ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ആശാ വർക്കർമാരുടെ ഈ ആവശ്യം, ഇവർക്ക് കിട്ടേണ്ട ഓണറേറിയം അല്ലെങ്കിൽ ഇനി തൊഴിലായി പരിഗണിച്ച് വേതനം കൊടുക്കുകയാണെങ്കിലും ഇവർക്ക് കിട്ടേണ്ട കുറച്ചും കൂടി പരിഗണന കിട്ടണം എന്ന വിഷയത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. കുറച്ചും കൂടി തുക കൂടുതൽ കിട്ടേണ്ടതുണ്ട് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ജോയിൻറ്റ് പ്രൊട്ടസ്റ്റിന്, അതല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത് കേന്ദ്രത്തോട് ഉന്നയിക്കാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സാഹചര്യം? അത് ഈ സമരത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമരം തുടങ്ങിയ സമയം മുതൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പൊതുവിൽ ജനങ്ങൾക്ക് മുമ്പിൽ വരുന്നൊരു ഇഷ്യൂ എന്താ? ഇതെന്തോ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാത്തൊരു കാര്യമാണ്. അതായത് ആശാ വർക്കർമാരുടെ കാര്യം ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം സ്റ്റേറ്റ് ഗവൺമെൻറ് ചൊട്ടയ്ക്ക് സമ്മതിക്കുന്നില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവരെ അവഗണിക്കുകയാണ് എന്നുള്ളൊരു പ്രതീതിയാണ് മൊത്തത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ അതുണ്ട്. എന്നാൽ ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ്. സെൻട്രൽ ഗവൺമെൻറ് കൂടെ ഇതിൻ്റെ ഭാഗമാണ്. അവരുടെ കൂടെ തീരുമാനം ഇതിൽ വരണം. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം. അവരിതേവരെ തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് ഇതേവരെ ഓണറേറിയം വലിയ തോതിലൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു വിഹിതം സംസ്ഥാന ഗവൺമെൻറ് ചുമലിടുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ഇവിടെ ഡിസ്കഷൻ പോയിൻ്റ് അല്ല. ആകെയുള്ളൊരു പ്രോബ്ലം എന്താ?
കേരളത്തിലെ സർക്കാർ ഇവരെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ ഇവരുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നില്ല, ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ല, ഇവർ ഓണറേറിയം കൂട്ടുന്നില്ല എന്നുള്ള ടോണിലാണ് ഈ സമരത്തെ മൊത്തം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ടത്. അവർ സമരം ചെയ്യുന്ന ആളുകൾ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അതങ്ങനെ അവതരിപ്പിക്കപ്പെട്ടത്. അതിലൊരു പ്രശ്നമുണ്ട്. ഇനി സമരം ചെയ്യുന്ന ആളുകളുടെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സമരപ്പന്തലിലേക്ക് സുരേഷ് ഗോപി വരുമ്പോൾ അവർ സ്വീകരിക്കുന്നൊരു രീതിയുണ്ട്. ഏത് കോണ്ടെക്സ്റ്റിലാണെങ്കിലും അവരോട് സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രതിനിധിയാണല്ലോ ഇപ്പോൾ സുരേഷ് ഗോപി, കേരളത്തിൽ നിന്ന് MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഈ സമരക്കാർക്കുണ്ടല്ലോ. അങ്ങനെ അല്ലല്ലോ അവിടെ കണ്ടത് നമ്മൾ. അപ്പോൾ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഈ സമരത്തിൻ്റെ പൊളിറ്റിക്സിലൊരു പ്രശ്നമുണ്ട്. ഈ പൊളിറ്റിക്സ് അത്ര ഗുണമുള്ള രാഷ്ട്രീയമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ആശാവർക്കർമാരുടെ ആവശ്യം ന്യായമായിരിക്കെ തന്നെ അവരുടെ ജോലി ഭാരം വലുതാണ് എന്നുള്ള സംഗതി അവിടെ ഇരിക്കെ തന്നെ ഇപ്പം നടക്കുന്ന സമരത്തിൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയത്തിലൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ സമരം ചെയ്യുന്ന നേതാവ് എന്താ പറയുക, BJP അംഗം കൗൺസിലർമാരുടെ വാർഡുകളിലൊക്കെ ആശാവർക്കർമാരുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരുടെ നേതാവ് വരുമ്പോൾ അവർക്ക് കാണേണ്ടി വരുമല്ലോ എന്ന് പറയുന്നത്. കാരണം ഇതിനൊരു പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ പൊളിറ്റിക്സിലൊരു പ്രശ്നമുണ്ട്. ആ പൊളിറ്റിക്സ് മനസ്സിലാക്കുക എന്നുള്ളത് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഏതൊക്കെ തരത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് പല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ ഈ സമരത്തെ ഒരു വിശാലമായ രാഷ്ട്രീയ അർത്ഥത്തിൽ കാണാൻ. അപ്പോൾ ആ പ്രശ്നം അവിടെ ഉണ്ട്, അതില്ലയെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കുക എന്നുള്ളത് ഭരണപക്ഷത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വർഷത്തിനപ്പുറം ഇവിടെ ഭരണമാറ്റം ഉണ്ടാവുകയും UDF അധികാരത്തിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇതേ ഭരണകൂടത്തോട് 2029 വരെ ഏറ്റുമുട്ടേണ്ടി വരും UDF സർക്കാർ. ഇതേ അനുഭവം തന്നെയായിരിക്കും അവരുടെ മുമ്പിലുണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനുമുണ്ട്. അത് പ്രതിപക്ഷം ഒന്ന് ആലോചിക്കുക. ഈ കോൺഗ്രസ് ഈ പ്രതിപക്ഷ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ ചൂഷണ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇത് സത്യം പറഞ്ഞൊരു ചൂഷണ വ്യവസ്ഥയാണ്. അതിന് തുടക്കം കുറിക്കുന്നത് UPA സർക്കാരാണ്. അവരന്ന് തുടങ്ങിയതിന് വേറെ കാരണങ്ങളുണ്ടാവുമായിരിക്കും, പക്ഷേ എങ്കിൽ പോലും ഇതൊരു ചൂഷണ വ്യവസ്ഥയാണ്, അത് തുടങ്ങിയത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടിയായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ കണക്കാക്കുമ്പോൾ, ഈ സമരത്തിൻ്റെ രാഷ്ട്രീയം ഒരു പ്രശ്നമാണ്, അതിൽ തർക്കമൊന്നുമില്ല. ആശാവർക്കർമാരുടെ ആവശ്യം ന്യായമായിരിക്കെ അതിനോട് സ്റ്റേറ്റ് ഗവൺമെൻറ് കുറെ കൂടെ എന്താ പറയുക, അനുഭാവപൂർണ്ണമായ നിലപാട് സ്വീകരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ സമരത്തിൻ്റെ രാഷ്ട്രീയം ഒരു പ്രശ്നമായി തന്നെ നമ്മൾ കാണേണ്ടി വരും. അത് ആ സമരക്കാർ തന്നെ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം എന്താണ് എന്നുള്ളത് അവരറിയാതെ തന്നെ അവരത് പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഈ സമരത്തിലേക്ക് സുരേഷ് ഗോപി കടന്നു വന്നത്, സുരേഷ് ഗോപിയും JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്, അതിനുശേഷം അനിൽ ആൻ്റണിയുടെ പ്രസ് റിലീസ് വന്നത്, ഈ സമരത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നത്, ഇതിൽ നിന്നൊക്കെ BJP ആശാവർക്കർമാരെ ഉപയോഗിച്ച് മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റാകും? തെറ്റാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ മറുപടിയിൽ അതിനൊരു ഉത്തരവുണ്ട്. കാരണം വെച്ചാൽ വീണ ജോർജ് പറയുന്നത് ഈ ആശാവർക്കർമാരിലൊരു ഏതാണ്ട് 30,000-ഓളം ആശാവർക്കർമാരുണ്ട്. അതിലൊരു 1000 ചില്ലറയുടെ കണക്ക് പറയുന്നുണ്ട് വീണ ജോർജ്. അത്രയും പേർ സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളാണ് എന്ന് വീണ ജോർജ് പറയുന്നുണ്ട്. അപ്പോൾ BJP അവിടെ ഒരു അവസരം കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ആശാവർക്കർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഈ വോളണ്ടിയർഷിപ്പോ അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ജോലിയോ, അവർ പറയുന്ന വലിയ ജോലിയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഇവർക്ക് എല്ലാവർക്കും ഒരു വാർഡിലെ ഏതാണ്ട് എല്ലാ വീടുകളുമായിട്ടും അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഇവരെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇവരിലൂടെ രാഷ്ട്രീയത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അത് സാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത്. അതിൽ വലിയ തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളുമായിട്ടും ബന്ധമുള്ള ആളുകളെ കൂടുതലായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുകയും അവരെ മത്സരിപ്പിക്കുകയും അവരെ അധികാര സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിനെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ BJP ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു അപകടമുണ്ട്, അതിനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. ആ സാധ്യതയിലേക്കാണ് SUCI അവിടെ ഈ എന്താ പറയുക പ്ലക്കാർഡുകൾ എഴുതി വച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് SUCIക്ക് മനസ്സിലാകാതെയാണോ
മനസ്സിലായതിന് ശേഷമാണോ എന്നെനിക്കറിയില്ല. സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ എന്നുള്ളതാണല്ലോ അവരുടെ, അതായത് സോഷ്യലിസത്തിൻ്റെ സോഷ്യലിസത്തിന് വേണ്ടി യത്നിക്കുന്ന ആളുകളുടെ ഏകീകരണം എന്നുള്ളതാണല്ലോ അവരുടെ ഒരു സങ്കല്പം. ആ സങ്കല്പത്തിന് യോജിച്ച രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം അവരുടെ തന്നെയാണ്. BJP ആവട്ടെ അവർക്ക് പറ്റാവുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വർഗീയ രാഷ്ട്രീയത്തെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമ്മൾ ഉന്നയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പലപ്പോഴും പറയും അവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുന്നില്ല എന്ന് വെച്ചാൽ പറയുന്നുണ്ട്. അവരിൽ പലരും ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളോടൊക്കെ സംസാരിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം അനുസരിച്ചാണ് ഞങ്ങളുടെ നിയമനം നടന്നത്, അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഞങ്ങളുടെ ഓണറേറിയം കൂട്ടണം എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അത് വളരെ പതുക്കെയാണ് പറയുന്നത്. ഉറക്കെ പറയുന്നത് എന്താ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെയുള്ള സംഗതികൾ മാത്രമാണ്. ഇപ്പോൾ ഈ മറ്റേ മഹാഭാരതത്തിൽ ഈ ദ്രോണരുടെ വധം നടക്കുന്നതിന് മുമ്പ് യുധിഷ്ഠിരൻ വന്നിട്ട് അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പതുക്കെ പറഞ്ഞു എന്നുള്ളൊരു കഥയുണ്ടല്ലോ. ഏതാണ്ട് അതുപോലെയാണ് ഇവിടെ SUCയുടെ ലീഡർഷിപ്പിലുള്ള ഈ ആശാവർക്കർമാരുടെ പണി. അതായത് ഞങ്ങളുടെ ഓണറേറിയം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുന്നില്ല, സംസ്ഥാന സർക്കാർ ഞങ്ങളെ അവഗണിക്കുന്നു എന്ന് ഉറക്കെ പറയുകയും കേന്ദ്ര ഗവൺമെൻറ്റോട് ഇതിന് ഉത്തരവാദിയാണ് എന്ന് പതുക്കെ പറയുകയും ചെയ്യുന്നൊരു പണി അവിടെ നടക്കുന്നുണ്ട്. ഇതേ പണി പ്രതിപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അപകടം, രാഷ്ട്രീയമായ അപകടം തിരിച്ചറിയപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. രാഷ്ട്രീയ അപകടം തിരിച്ചറിയുന്ന CPM-ഉം സർക്കാരുമാകട്ടെ ഈ അപകടത്തെ എങ്ങനെയൊക്കെ വലുതാക്കി കൊണ്ടുവരാൻ പറ്റുമോ അതിനുള്ള പാകത്തിനുള്ള പ്രതികരണവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശിക്കാൻ തയ്യാറാവുന്നത്. നമ്മുടെ ആരോഗ്യരംഗത്ത് ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. അവർക്ക് ലഭിക്കേണ്ട വേതനം, അവരുടെ ലഭിക്കേണ്ട പരിഗണന, ഇതൊക്കെ ഉയർന്ന നിലയിൽ തന്നെ ലഭിക്കണമെന്നതിലും ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ സമരത്തിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് തങ്ങളുടെ ഉദ്ദേശം കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് കൂടി സമരരംഗത്തുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. അത് ഈ സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.